നോക്കിയേ എന്താ അല്ലേ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ, തന്നേന്നേ നല്ല ബിസ്ക്കറ്റ് കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം വേണ്ട സാധനങ്ങളൊക്കെയല്ലേ, ഇത് ഗോതമ്പ് പൊടിയാട്ടോ, അതുപോലെ തന്നെ ഇത് റവയാണേ. അപ്പം ഇനി എന്താണെന്ന് ചെയ്യുന്നതെന്നല്ലേ, അപ്പം ഇത് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് ഞാൻ 1 ഗ്ലാസോളം റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് വെറും 4 സാധനങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് ആട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താക്കാം, ഈ റവയിലും ഗോതമ്പ് പൊടിയിലും ഒന്ന് വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് തിളപ്പിച്ചാറ്റിയ പാലാട്ടോ. അപ്പം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെറും പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര മിക്സിയിൽ നിന്ന് പൊടിച്ചതാട്ടോ ഞാൻ. എന്നിട്ട് നമുക്ക് ഈ പാലിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാല് തിളപ്പിച്ചിട്ട് ഒന്ന് തണിയാൻ വെച്ച ശേഷം നമുക്കതിലേക്ക് എന്താക്കുക, അതിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര കൂടുതൽ വേണ്ടാത്തവർക്ക് കുറച്ച്, ഞാൻ അധികം മധുരം ഇട്ടിട്ടില്ല, ഒരു ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഇളം മധുരമായിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലും ഞാനൊരു 2 തുള്ളിയോളം വാനില എസൻസ് ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാനില എസൻസ് ഏകദേശം ഒരു 2 കുഞ്ഞ് സ്പൂണാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഗോതമ്പ് പൊടിയും നമ്മൾ അതുപോലെ തന്നെ റവയും എടുത്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് മെല്ലെ മെല്ലെ കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിൽ വേറെ ഒരു വെള്ളവും ചേർക്കരുത്, പാൽ ഉപയോഗിച്ചിട്ട് തന്നെ വേണം ഈ റവയും ഗോതമ്പ് പൊടിയും കുഴച്ചെടുക്കാൻ കേട്ടോ. പച്ചവെള്ളമൊന്നും ചേർക്കരുത്, വെറും പാൽ വെച്ചിട്ട് മാത്രം വേണം നമുക്ക് എന്താക്കാൻ ഇത് കുഴച്ചെടുക്കാൻ കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുകയും വേണം കേട്ടോ. നല്ല രീതിയിൽ കുഴക്കണം, ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതുപോലെ പാല് വെച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ മേലത്തേക്ക് ഇനി കുറച്ച് പൊടിക്കാത്ത സാധാരണ പഞ്ചസാര ഉണ്ടല്ലോ, ഇതുപോലത്തെ പഞ്ചസാര തന്നെ എടുത്തിട്ട് നേരത്തെ ഞാൻ മിക്സിയിൽ നിന്ന് പൊടിച്ചായിരുന്നു, അതാട്ടോ ഇങ്ങനെ പറയുന്നത്. ഇതിട്ടിട്ട് വെറുതെ ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. ആ പഞ്ചസാര തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം ഫോൺ ഈ ഒരു കയ്യിലായതുകൊണ്ടേ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിയുന്നുണ്ട് അല്ലേ. നല്ല രീതിയിൽ കുഴച്ച ശേഷം കയ്യിലൊരു വലിയ ബോളാക്കിയിട്ട് ഇതുപോലെ പിടിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ചപ്പാത്തി പലകയില്ലേ, ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഇതിങ്ങനെ പരത്തി കൊടുക്കാവേ. നല്ല അടിപൊളി ബിസ്ക്കറ്റ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം. അതുപോലെ കുറച്ച് സാധനമേ വേണ്ടൂ, ആകെ എന്താ പറയുക, കൂടി 5 സാധനം. അതായത് പാല്, എണ്ണയും പാല് സ്ഥിരം ഉണ്ടാവും. പിന്നെ വേണ്ടത് പഞ്ചസാര ഉണ്ടാവും, ഗോതമ്പ് പൊടിയും റവയും ഉണ്ടാവില്ലേ. ഇത്രയല്ലേ വേണ്ടൂ. ഈ എണ്ണയടക്കമാണ് ഞാൻ 5 സാധനം പറഞ്ഞിരിക്കുന്നത്. നമ്മളെ വീട്ടിൽ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണേ. നമ്മൾ ബേക്കറിയിലൊക്കെ പോയി മേടിക്കുന്ന എന്താ പറയുക ബിസ്ക്കറ്റ് നമ്മളെ മക്കൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. വലിയ പണിയൊന്നുമില്ലാന്നേ. അപ്പോൾ ഇത് കണ്ടോ, ഞാനൊരു കുഞ്ഞ് തൂക്കാത്രത്തിൻ്റെ കുഞ്ഞൊരു അടപ്പിട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, റൗണ്ടായിട്ട്. നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും കുപ്പീൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ടായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് മധുരം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ വീട്ടിൽ എത്ര പെട്ടെന്ന് ഉണ്ടാക്കുന്നു, അത്രയൊക്കെ പണിയല്ലോ ഒന്ന് ബിസ്ക്കറ്റ് ഉണ്ടാക്കാനും. അപ്പം നമുക്കിത് ഇതുപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്, എനിക്ക് കാണിച്ചു തരാവേ. ഇതാ റൗണ്ട് ആക്കിയിട്ട് കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലാണ് ഞാനത് മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ, ഇതെന്തുവാന്ന് മനസ്സിലായല്ലോ. അരിപ്പക്കയിലില്ലേ നമ്മളെ വീട്ടിലത്തെ, ഇത് അരിപ്പിയാട്ടോ. ഞാൻ അടുപ്പിൽ നമ്മൾ നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കിയിട്ട് കോരാൻ ഉപയോഗിക്കുന്നില്ലേ, അത് വെച്ചിട്ട് ഞാൻ ആ ഒരു ബിസ്ക്കറ്റിലൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ഞാനിത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിസൈനും കൂടി ചെയ്തു തരാം. ഇതില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈന് മേലെ ഇറുക്കിണി വെച്ചിട്ട് വരച്ചു കൊടുക്കുമോ, ഇങ്ങനെ നീളത്തിൽ വരച്ചു കൊടുത്താൽ മതി. ഇത് വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, നല്ലൊരു രസത്തിൽ വരും കേട്ടോ ബിസ്ക്കറ്റ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിനെക്കൊണ്ട്. ഇതൊക്കെ സ്വന്തം കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അതെന്ന് പറയും നല്ല ടേസ്റ്റും കേട്ടോ. നമുക്ക് എന്താ പറയുക, നല്ല രുചിയാണ്. നമുക്ക് വീട്ടിൽ ഞാൻ ഒന്ന് ചിന്തിച്ച് നോക്കി, എന്ത് സുഖമായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടില്ലേ. നല്ല അടിപൊളി ഡിസൈനുമായി. എന്തെന്ന് ചെയ്തേ, നമ്മൾ അരിപ്പ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തൂലേ.
എന്താല്ലേ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ മേലെ എന്താ ഇട്ട് കൊടുക്കുന്നതെന്നല്ലേ, കുറച്ച് പഞ്ചസാര ഇല്ലേ അതിൻ്റെ മേലെ ഒന്ന് ആക്കിയിട്ട് അമർത്തി കൊടുക്കുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലെ പഞ്ചസാര മേലെ കുറച്ച് ഇതാക്കി കൊടുത്തു കേട്ടോ. കണ്ടില്ലേ, ഇത്രയേ പണിയുള്ളൂ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ. കഴിഞ്ഞില്ലേ, എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. എന്ത് എളുപ്പമല്ലേ. എന്നിട്ട് നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പാം ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാം ഓയിൽ ഒഴിച്ച് പാം ഓയിൽ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എടുത്ത് വേറൊരു കാര്യം പറയാനുണ്ട്, നമ്മൾ സിമ്മാക്കി വെച്ചിട്ട് മാത്രമേ ബിസ്ക്കറ്റ് പൊരിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. സിമ്മാക്കിയിട്ട് എണ്ണയൊന്ന് ചൂടാവുമ്പോൾ ഗ്യാസ് സിമ്മാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എന്താ പറയുക, ഈസി ആയിട്ട് എളുപ്പത്തിൽ വീട്ടിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് സാധനം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിങ്ങനെ പൊന്തി വരുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇത് പൊരിച്ച് കൊടുക്കാം കേട്ടോ. വേഗം പൊരിഞ്ഞ് കിട്ടും കേട്ടോ, അധികം താമസമൊന്നുമില്ലേ. അപ്പം നല്ല രീതിയിൽ തന്നെ പൊരിഞ്ഞ് കിട്ടും കേട്ടോ. എൻ്റെ അക്കുഡൂസിന് എന്താണെന്നറിയോ, സ്കൂളിലേക്ക് 11 മണിയാകുമ്പം സ്നാക്സ് കൊണ്ടുപോകണം. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ, എല്ലാ പിള്ളേരും ബിസ്ക്കറ്റൊക്കെ തന്നെയാണ് കൊണ്ടുവരും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ആക്കി കൊടുക്കും, എളുപ്പമല്ലേ. അപ്പോൾ ഇതാണ്ട്, അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്കൊക്കെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താക്കും, കുറച്ച് അധികം മധുരം ഇടൂല കേട്ടോ. മധുരം ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് മധുരം ഇടും. ഞാനൊരു ഇളം മധുരത്തിലാട്ടോ ബിസ്ക്കറ്റ് ഉണ്ടാക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്കിത് നന്നായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. അത് സിമ്മാക്കിയോണ്ട് കുറച്ച് പൊരിഞ്ഞ് വരുമ്പം കുറച്ചൊരു, എന്നാലും വേഗം പൊരിഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. കണ്ടില്ലേ, ബിസ്ക്കറ്റെല്ലാം നല്ല, നോക്കിക്കേ, കടയിൽ നിന്ന് കിട്ടുന്ന അതുപോലെ തന്നെ ബിസ്ക്കറ്റായില്ലേ. നോക്ക്, നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ, നല്ല അടിപൊളിയായിട്ടില്ലേ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ടേ. അപ്പം നമുക്ക് എന്താക്കാം, ബാക്കിയും കൂടി എന്താക്കാം പൊരിച്ചെടുക്കാം കേട്ടോ ബിസ്ക്കറ്റ്. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമായി. നല്ലതും പറയാം ചീത്തയും പറയാമല്ലേ, അതിന് വേണ്ടിയിട്ടാണല്ലോ കമൻ്റ് ഇടുന്നത്. പക്ഷേ എനിക്ക് വിഷമമായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോന് വെറും 4 വയസ്സായിട്ടേ ഉള്ളൂ അല്ലേ. അപ്പം അവനിടുന്ന, അതായത് അവൻ ചെയ്യുന്ന ഷോർട്ട് വീഡിയോ അത്യാവശ്യം നന്നായിട്ട് ഓടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് പറ്റുന്ന പോലെ, 4 വയസ്സല്ലേ ഉള്ളൂ, പക്ഷെ അവന് വീഡിയോ എടുത്ത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിൻ്റെ താഴെ 2-3 ദിവസമായിട്ട് 2 പേര് മനഃപൂർവ്വം കമൻ്റ് ഇടുന്നുണ്ട്. അത് കുറച്ച് മോശമായിട്ടുള്ള കമൻറ്റാണ്. അപ്പം ഞങ്ങൾ നോക്കിയപ്പം മനഃപൂർവ്വം ചെയ്യുന്നേ. അപ്പം നമ്മളത് മൈൻഡാക്കുകയൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അഭിപ്രായം പറയുക കേട്ടോ. അത് നിങ്ങളിഷ്ടമാണല്ലോ, നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് അഭിപ്രായം പറയുക. അപ്പം ഞാൻ ബിസ്ക്കറ്റൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല ടേസ്റ്റും ആട്ടോ, അടിപൊളി ബിസ്ക്കറ്റാണ്. അപ്പോൾ എന്തായാലും നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം. അപ്പം അഭിപ്രായങ്ങൾ പറയാനുള്ളതാണല്ലോ അല്ലേ കമൻറ്റ്. അപ്പം എന്നാൽ ശരി കേട്ടോ, നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കേട്ടോ, ബായ്.